വീട്ടിൽ വന്നുകൊണ്ട് ഞങ്ങൾ പിന്നീടുള്ള പൂരത്തിന്റെ കാര്യത്തിനുള്ള നിങ്ങളെ കുറിച്ചുള്ള തീരുമാനമാണ് അന്നാണ് എടുക്കുന്നത്. പിന്നെ കുംഭമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച വേല കുറിച്ചാൽ പഴയ കാലങ്ങളിൽ വേല കുറിച്ചതിന് ശേഷമുള്ള വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ ഞങ്ങൾ മുഴുവൻ ദേശങ്ങളും നടക്കുമായിരുന്നു. ഇപ്പൊ ഞങ്ങളതൊക്കെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ മറ്റു ചില കാരണങ്ങൾ നിമിത്തം നമുക്കത് കൊണ്ടു നടത്താൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഞങ്ങൾക്കത് വിഷമമുണ്ടെങ്കിലും കൂടി നിവൃത്തിയില്ല. പിന്നെ ആ 2 ദിവസം കുട്ടി നടക്കുക എന്നാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് പറയാം. 2 വെളിച്ചപ്പാടാണ്. 2 ദേശത്ത്, കിഴായൂര് ദേശത്ത് ഒരു വെളിച്ചപ്പാടും അതിന്റെ ഒപ്പം ഒരു ചെണ്ടക്കാരനുമായിട്ട് പോകും. പിന്നെ ഓങ്ങല്ലൂര്, അങ്ങനെ കള്ളാടിപ്പറ്റ, അങ്ങനെ ആ ഭാഗങ്ങളിൽ മറ്റൊരു വെളിച്ചപ്പാട് കൂടി പോകും. പിന്നെ ഇത് കഴിഞ്ഞ ശേഷം വേലയ്ക്ക് തലേ ദിവസം തിങ്കളാഴ്ച ഞങ്ങൾ ഈ വെള്ളി, ശനി കുട്ടി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച ഞങ്ങൾ പൂതക്ക് വെപ്പുകൾ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ കോലം, അരമണി, ചിലമ്പ്, വട്ടമുടി ഇതെല്ലാം കൂടി ആണ് ഞങ്ങൾ കൊണ്ടുവന്ന് സജ്ജീകരിച്ച് വെച്ച് വേലയ്ക്ക് തലേ ദിവസം, അതായത് തിങ്കളാഴ്ച ഞങ്ങൾക്കൊരു ഇവിടെ പറയാറുണ്ട് അമ്പലത്തില് ഊറുവേല. പക്ഷെ ഞങ്ങള് ശരിക്കതിന്റെ പേര് തെരുവുവേല, തെരുവേല എന്നാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് പറയാം. പക്ഷെ അത് തെരുവ് വേലയാണ്. എന്താണ് തെരുവുവേല? തെരുവുവേല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് 4 മുടി, ഇപ്പൊ തയ്യിരിക്കുന്ന മുടികൾ ഇതുപോലെ അവിടെ നിന്ന് 2 മുടി, മേലെ മണ്ടാത്ത 2 മുടി, താഴെ മണ്ടാത്ത 2 മുടി, അങ്ങനെ ഈ 4 മുടികളുമായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ ചെല്ലും. അമ്പലത്തിൽ ചെന്നിട്ട് ഞങ്ങൾ അവിടെ കൊട്ടി കളിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും ഈ ഭാഗത്തുനിന്ന്, ഇപ്പൊ ഈ അമ്പലത്തിൽ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് ഒരു പട്ടിക്കുതിര എന്ന് പറയുന്നൊരു ദൈവത്തിന്റെ അത് കോലം ആവാഹിച്ചുകൊണ്ടും മേലെ മണ്ഡപത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ നിന്ന് മൂക്കാഞ്ചാത്തൻ എന്ന് പറയുന്ന 2 താവഴിയാണ്. കാരണം മേലെ മണ്ഡപം, താഴെ മണ്ഡപം. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ ആ 2 രീതിയിൽ, മറ്റൊരു രീതിയിലല്ല, അങ്ങനെ ഫണ്ട് കിട്ടിയ 2 വിഗ്രഹങ്ങളാണ്. 2 ഭാഗത്തും ഒരേ വിഗ്രഹം 2 ഭാഗത്തും പ്രതിഷ്ഠിച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ കൂടി നടത്തുന്ന 2 കാര്യങ്ങൾ. അപ്പം ഈ നേരത്തെ മുടിക്കാർ ഞങ്ങൾ അവിടെ ചെന്നിരിക്കുമ്പോഴേക്കും രണ്ടാമത് ഈ മൂക്കാഞ്ചാത്തനും പട്ടിക്കുതിരയും കൂടി അവിടെ വരും. ഇന്നിപ്പോ പട്ടിക്കുതിരയൊക്കെ നിന്നു. കാരണം മൂക്കാഞ്ചാത്തൻ അവിടെ കെട്ടി നന്നായിട്ട് കളിച്ച് ഞങ്ങൾ അവിടെ ഈ പിന്നെ മുടിക്കാരെ ഇരുത്തി കളിയെ കഴിഞ്ഞ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഭഗവതിയുടെ ചരിത്രം, ഭഗവതി വന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ ഒരു തോറ്റം ഉണ്ട്. ആ തോറ്റം പറച്ചിൽ കേൾക്കാൻ വളരെയധികം ആൾക്കാർ വരാറുണ്ട്. കാരണം അത് അവർക്ക് വളരെ വിശദമായിട്ട് കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഭഗവതിയുടെ ഭഗവതിയുടെ വരവ്, അതും നമ്മളുള്ള ബന്ധങ്ങളെല്ലാം കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ തെരുവേല കഴിഞ്ഞാൽ, തെരുവേല അമ്പലത്തിൽ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പള്ളിപ്പുറം ചെങ്ങണംകുന്ന് ദേശം എന്നാണ്. മറ്റു ദിവസങ്ങളിൽ നിന്ന് കുട്ടി നടക്കുമ്പോൾ നമ്മൾ ഈ